Hello, Namaskaram. In the last two videos, we were discussing about the different approaches of social action. One was which is suggested by Brinto, and the other was one is Gandhian model of social action, and another was institutional or non-institutional model of social action. So, in social action, there were too many authors were describing about the social action in different perspective. The major authors whom we need to be studied is that one is Paulo Freire and another one is Solzhenitsyn. So even though they both are put forward the similar concept of social action, when we analyze they are both literatures, or they are both the type of social action. We can understand that രണ്ടും പറയുന്ന ഒരേ കാര്യമാണ്. The people, the oppressed, they will take the things, അല്ലെങ്കിൽ ആൾക്കാർ മനുഷ്യർ അവരുടെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. സോ ദ ഫെസിലിറ്റേറ്റർ ഹു ഈസ് ഗോയിങ് ടു ഇനിഷ്യേറ്റ് ദ സോഷ്യൽ ആക്ഷൻ നീഡഡ് ടു ബി എക്സ്പീരിയൻസ് ദ സെയിം തിങ് വിച്ച് ദേ ഓൾറെഡി ഹാവ് എക്സ്പീരിയൻസ്ഡ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സോഷ്യൽ ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഫെസിലിറ്റേറ്റർ ഹി ഷുഡ് ബി റെഡി ടു ഹിയർ ഓൾ ദ തിങ്സ് ഫ്രം ദ ഡിപ്രൈവ്ഡ്. ആൾക്കാരുടെ അടുത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും കേൾക്കാൻ, ലിസൺ ചെയ്യാൻ ഈ ഫെസിലിറ്റേറ്റർ റെഡി ആവണം. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫെസിലിറ്റേറ്റേഴ്സ് തോട്ട്സ് or his beliefs, then only a positive social action can be taken place. അപ്പോൾ പൗലോ ഫ്രെയറെ, സോൾജൻസ്കിയെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണുകയാണ്. ഫസ്റ്റ് we will discuss about Paulo Freire. Paulo Freire is a Brazilian educator who linked with the education with social change and development. അദ്ദേഹം പറയുന്ന എഡ്യൂക്കേഷൻ രണ്ട് രീതിയിലുണ്ടെന്നാണ്. വൺ ഈസ് ബാങ്കിങ് മോഡൽ ഓർ ഡൊമസ്റ്റിക്കേറ്റിംഗ് മോഡൽ, ദ അതർ വൺ ഈസ് ലിബറേഷൻ മോഡൽ. ബാങ്കിങ് മോഡൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കേറ്റിംഗ് മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷണൽ വേ ഓഫ് ടീച്ചിങ്ങിനെയാണ്, അത് എഡ്യൂക്കേഷൻ്റെയാണ് അദ്ദേഹം പറയുന്നത്. വേറെ ഒന്നുമല്ല, ദ ടീച്ചർ ആരാണോ പഠിപ്പിക്കുന്നത് വിൽ ബി ഫുൾഫിൽഡ് വിത്ത് ദ നോളജ്. ആരാണോ കേൾക്കുന്നത് അല്ലെങ്കിൽ സ്റ്റുഡൻസ്, അവർ എംപ്റ്റി വെസൽസ് ആയിരിക്കും. ഈ നോളജ് ഉള്ള ടീച്ചേഴ്സ് അവരുടെ നോളജ് സ്റ്റുഡൻസിലേക്ക് കൊടുക്കുന്നു, സ്റ്റുഡൻസ് സ്വീകരിക്കുന്നു. അടുത്ത എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ എക്സാമിൻ്റെ ടൈമിൽ ജസ്റ്റ് എന്താണ് കേട്ടത് അത് വീണ്ടും ശ്രദ്ധിക്കുന്നു. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു പാസീവ് ലിസണർ മാത്രമായിട്ടാണ് ഇവിടെ സ്റ്റുഡൻസ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ ഓഫ് ട്രഡീഷണൽ മോഡൽ ഓഫ് എഡ്യൂക്കേഷനാണ് ഡൊമസ്റ്റിക്കേറ്റീവ് മോഡൽ എന്ന് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെ ലിബറേഷൻ, എന്താ പറയുക, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ആർ ദ പ്രോസസ് ഓഫ് ലിബറേഷൻ. ഇവിടെ ഈ ലിബറേഷൻ പ്രോസസ്സിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ് ടീച്ചേഴ്സ്. They set up a framework for the students. സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്യുന്നു, കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നു, ഡിസ്ക്രൈബ് ചെയ്യുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു, റീതിങ്ക് ചെയ്യുന്നു. അതിൽ ഒരു റെസിപ്രോക്കൽ ആക്ടിവിറ്റിയാണ് ദ സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ദ ടീച്ചേഴ്സ്. ചില കാര്യങ്ങൾ സ്റ്റുഡൻസിൽ നിന്ന് ടീച്ചേഴ്സ് പഠിക്കുന്നു, ടീച്ചേഴ്സിൽ നിന്ന് സ്റ്റുഡൻസ് പഠിക്കുന്നു. ഇവിടെ ഒരുപക്ഷെ ചില സമയങ്ങളിൽ ടീച്ചേഴ്സ് ആയിരിക്കും കുട്ടികളെ കേട്ടിരുന്ന ഒരു സ്റ്റുഡൻ്റായിട്ട് മാറുക. ചില അവസരങ്ങളിൽ സ്റ്റുഡൻസ് തന്നെ ടീച്ചേഴ്സിനെ കേൾക്കുന്ന അവസ്ഥ വരും. സോ റെസിപ്രോക്കൽ ആക്ടിവിറ്റീസ് ഈസ് ക്യാരിങ് ഔട്ട് ഇൻ ദ ലിബറേഷൻ പ്രോസസ്. ഇതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് പൗലോ ഫ്രെയറെ എഡ്യൂക്കേഷൻ എന്നൊരു സംഭവത്തിൽ നമ്മളെ കാണിക്കുന്നത്. പൗലോ ഫ്രെയറെ സോഷ്യൽ ആക്ഷനിൽ ഈ എംഫസൈസ് അനദർ തിങ്, പാറ്റേണലിസം ഈ കംപ്ലീറ്റ് റിജക്റ്റ്. അതായത് ഒരു
സൊസൈറ്റിയിൽ ഹെൽപ്പിങ്ങിൻ്റെ ഒരാളുണ്ടാവും, കൊടുക്കുന്ന ലീഡർ ഉണ്ടാവും, എലിറ്റിസിറ്റി ഫോമിലുള്ളതായിരിക്കും. അത്തരത്തിലുള്ള എല്ലാ മാനദണ്ഡങ്ങളെയും പൊളിക്കുകയാണ് പൗലോ ഫെറേറ. പൗലോ ഫെറേറ ചെയ്യുന്നത് ലിബറേഷനാണ് എൻഗേജ് ചെയ്യുന്നത്. ഇവിടെ ഒരു നേതാവോ അല്ലെങ്കിൽ ഒരു അപ്പർ ക്ലാസ്സിലുള്ള ഒരാളോ അല്ലെങ്കിൽ ഹെൽപ്പ് കൊടുക്കുന്ന ഒരാൾ, എപ്പോഴും ഹെൽപ്പ് സ്വീകരിക്കുന്ന ഒരാൾ, അങ്ങനെയില്ല. എല്ലാ ആൾക്കാരും ഒരുപോലെ മ്യൂച്വൽ ബെനിഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രോസസ്സിൽ അദ്ദേഹം പുട്ട് ഫോർവേഡ് ചെയ്യുന്ന 3 മെത്തേഡുകളുണ്ട്. വൺ ഈസ് പ്രാക്ടീസ്. തിങ്സ് ആർ ഡൂയിങ് ആഫ്റ്റർ റിഫ്ലക്ഷൻ. രണ്ടാമത്തെ കാര്യം പ്രോബ്ലമൈസേഷൻ ആണ്. അത് ലാസ്റ്റ് വൺ ഈസ് കോൺസെൻട്രേഷൻ. പ്രാക്ടീസ് എന്ന് പറയുന്നത് ആൾക്കാർ റിഫ്ലക്ഷൻ കൊടുക്കുന്നവരുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യുന്നു, അതിനെപ്പറ്റി തിങ്ക് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ കാര്യം നമ്മൾ റിഫ്ലക്റ്റ് ചെയ്തിട്ട് എവിടേക്കാണോ പോരായ്മ ഉള്ളത് അതിന് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട്, റിഫ്ലക്ഷനെ ബേസ് ചെയ്തിട്ട് വി വിൽ ഡു സംതിങ് ബെറ്റർ ദാൻ ദ ബിഫോർ. അങ്ങനെ ആ ഒരു പ്രോസസ്സിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് പ്രാക്ടീസ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത് പ്രോബ്ലമറ്റൈസേഷൻ ആണ്. ആൾക്കാർ ചേർന്നുകൊണ്ട് ഫെസിലിറ്റേറ്റർ പോസിബിൾ ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളിലേക്കും ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെ ആ പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം. അതിനുശേഷം റിസോഴ്സ്, അതായത് അവൈലബിൾ റിസോഴ്സ് വെച്ചിട്ട്, ആൾക്കാരുടെ കപ്പാസിറ്റി വെച്ചിട്ട് ഇതിന് റെസിപ്രോക്കൽ അല്ലെങ്കിൽ റെസിപ്രോക്കല്ല, ഇതിന് പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് മേഡ് ചെയ്യും. ഈ സൊല്യൂഷൻസിലേക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും വരും. അതിന് വീണ്ടും നമ്മൾ ചോദിച്ചത് റിഫൈൻ ചെയ്തെടുക്കുന്നത്, ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ വ്യക്തമായിട്ടൊരു അപ്രോച്ച് നമുക്ക് റിഫൈൻ ചെയ്തെടുക്കാൻ ഈ പ്രോബ്ലമാറ്റൈസേഷൻ സാധിക്കും. ലാസ്റ്റ് കോൺസെൻട്രേഷൻ, അവയർനെസ് കൊടുക്കുന്നു. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോഷ്യൽ ഫാക്ടറിനെ പറ്റി, എൻവയോൺമെന്റൽ ഫാക്ടറിനെ പറ്റി, പൊളിറ്റിക്കൽ ഫാക്ടറിനെ പറ്റി, എക്കണോമിക്കൽ ഫാക്ടറിനെ പറ്റിയുള്ള അവയർനെസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഈ കോൺസെൻട്രേഷൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ലീഡ്സ് ദ പൊളിറ്റിക്കൽ ആക്ഷൻ. കോൺസെൻട്രേഷൻ ആൾക്കാർക്ക് അവയർനെസ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജീവിത രീതികളെ പറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകളെ പറ്റി ഒരു അവയർനെസ് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബ്രീത്തിങ് ഉണ്ടാവുന്നു, ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും, ബ്രീത്തിങ് ഉണ്ടാവുന്നു. പിന്നെ വീണ്ടും അതിലേക്ക് സംതിങ് ഫോർ ദ ബെറ്റർ എന്നുള്ള രീതിയിലേക്ക് സോഷ്യൽ ആക്ഷനിലേക്ക് ഇത് മാറും. I already mentioned that the Paulo Freire rejects the paternalism. More he emphasis on the liberation. അപ്പോൾ ഒരു ഫെസിലിറ്റേറ്ററിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ലിസണിങ്. എന്തൊക്കെയാണ് ആൾക്കാർക്ക് കേൾക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആൾക്കാർക്ക് പറയാനുള്ളത്, എൻ്റെ സിറ്റുവേഷൻ ലിസൺ ചെയ്യുന്നു. ലിസണിങ് കപ്പാസിറ്റിയാണ് ആവശ്യം. ആ ലിസൺ ചെയ്യുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിസ്റ്റിന്റെ ചിന്തകൾക്കും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ കൺസെപ്ഷൻ ഓൾറെഡി റിസീവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ കേൾക്കുന്നുണ്ടാവുക. ബട്ട് ദ ഫെസിലിറ്റേറ്റർ നീഡ് ടു ബി അക്സെപ്റ്റ് ദ തിങ്സ് ഈവൻ ദോ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ഹിസ് വിൽ ഓർ ഹിസ് തോട്ട്സ്. ഒരു ആക്റ്റീവ് ലിസണർ ആയിരിക്കണം. Then only the social change can be taken place. അടുത്തത് ഫെസിലിറ്റേറ്റിംഗ് ദ ഡിസ്കഷൻസ്. അതായത് ആൾക്കാരുടെ ഇടയിൽ പോയിട്ട് ഡിസ്കഷൻ ചെയ്യണം. അല്ലെങ്കിൽ അവരോട് അവരുടെ പോരായ്മ, ഡിപ്രൈവ് ആയിട്ടുള്ള ഇതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ വരും വരായികളെ പറ്റി ആൾക്കാരോട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുമായിട്ട് ഇത് ചർച്ച ചെയ്ത് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള opportunities the facilitator need to make.
ഈ രണ്ട് കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രോബ്ലമൈറ്റൈസേഷനും അതോടൊപ്പം തന്നെ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ പ്രാക്ടീസിലൊക്കെ വരുന്നുണ്ട്. ഇത്രയും കാര്യമാണ് പൗലോ ഫ്രൈറയെ പറ്റിയുള്ള ഒരു ബേസിക് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ രീതി, ഇതൊക്കെയാണ് പൗലോ ഫ്രൈറയുടെ കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ ഈസ് സോളാൻസ്കി. Solansky is Solansky is an activist from USA. He was a social activist. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയ ബുക്കുണ്ട് റൂൾ ഫോർ ദ റാഡിക്കൽ. അതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള സോഷ്യൽ ആക്ഷനെ പറ്റിയുള്ള ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. സോളാൻസ്കി പുട്ട് ഫോർവേഡ് ചെയ്തൊരു കൺസെപ്റ്റാണ് ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ സോഷ്യൽ ചേഞ്ച്. അദ്ദേഹം ഐ ഓൾറെഡി മെൻഷൻ ദാറ്റ് ഹി വാസ് എ സോഷ്യൽ ആക്ടിവിസ്റ്റ്. അമേരിക്കയിൽ ഇൻജസ്റ്റിസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എവിടെയൊക്കെ ഉണ്ട് അദ്ദേഹം അവിടേക്ക് ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ട് മുന്നോട്ടുണ്ടായിരുന്നു. ഹി വാസ് ദ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിൽ ഒരു സ്റ്റേറ്റിൽ ഒരു ഡിപ്രൈവ്ഡ് ആയിട്ടൊരാൾക്ക് അദ്ദേഹത്തിന് ഡിപ്രൈവ്ഡ് ആയിട്ടൊരാൾക്ക് റിജക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ളതായിരിക്കും, എക്കണോമിക് ആസ്പെക്റ്റിലായിരിക്കും, എൻവയോൺമെൻറ്റൽ ആസ്പെക്റ്റിലായിരിക്കും. അപ്പം ഇതെല്ലാം റിജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു സ്ഥലത്ത് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഹി നീഡ് ടു ബി ആക്റ്റീവ്. അതായിരുന്നു അതും സോഷ്യൽ ആക്ഷനാണ്, ആ സോഷ്യൽ ചേഞ്ചാണ് വരുന്നത്. പൗലോ ഫ്രൈറയുടെ നമ്മൾ കണ്ടത് അദ്ദേഹം മോർ ഓവർ ലിബറേഷനാണ് അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്തത്. അദ്ദേഹം ഇവിടെ സോളാൻസ്കി സോഷ്യൽ ചേഞ്ച്, സോഷ്യൽ ആക്ടിവിസത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹി ആക്ടിവേറ്റ് ദ കമ്മ്യൂണിറ്റി ഫോർ സോഷ്യൽ ചേഞ്ച്. സോളാൻസ്കി 3 കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് the people are well aware about their status, their deprived condition. So the facilitator need to be in that position. അല്ലാണ്ട് ഫെസിലിറ്റേറ്ററിന്റെ ഇഷ്ടത്തിന് എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് സോഷ്യൽ ആക്ഷൻ ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഫെസിലിറ്റേറ്റർ നീഡ് ടു ബി വിത്ത് ദ സെയിം സ്റ്റേറ്റ് ഓഫ് ദ ഡിപ്രൈവ്ഡ് പീപ്പിൾ. രണ്ടാമത്തത് everyone is willing to work against the deprived condition. അപ്പോൾ the facilitator need to be organize those people. അതാണ് രണ്ടാമത്തെ കാര്യങ്ങളായിട്ട് അദ്ദേഹം പറയുന്നത്. The last one is the change start from the people's mindset. ആൾക്കാരുടെ മനസ്സിൽ നിന്നാണ് ആദ്യം ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. Then only it will come together and it will make a drastic change in the community. സോളാൻസ്കി ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഈസ് ആൻ ഒപ്റ്റിമിസ്റ്റ്. അതായത് ഒരു നല്ല നാളെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതിനും ഒരു ഗുഡ് ഫ്യൂച്ചർ ഉണ്ടെന്നുള്ളൊരു ചിന്താഗതിയിലാണ് സോളാൻസ്കിയുടെ എല്ലാ ആക്ടിവിറ്റികളും. ഇഫ് ദർ ഈസ് നോ ഒപ്റ്റിമിസം there is no action. അതാണ് അദ്ദേഹം പുട്ട് ഫോർവേഡ് ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എംഫസിസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് അതായിരുന്നു, ഒപ്റ്റിമിസ്റ്റിക് ആയിരുന്നു സോളാൻസ്കി. ഓൾസോ സോളാൻസ്കി പ്രപ്പോസ്ഡ് how the social worker, how the facilitator look like, his outfit, how should be his outlook, and what must be the behavior of facilitator. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും സോളാൻസ്കിക്ക് ഒരു he was well aware about that. അപ്പോൾ ഇത്രയാണ് സോളാൻസ്കിനെ പറ്റി പൗലോ ഫ്രൈറിനെ പറ്റി ഉള്ള ബ്രീഫ്.